കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിയിലുണ്ടാകുന്ന ശാസ്ത്രീയ മാറ്റങ്ങളും മനുഷ്യന്റെ ആരോഗ്യരംഗത്ത് പ്രവചനാതീതമായ വെല്ലുവിളികളാണ് സൃഷ്ടിക്കുന്നത്. അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സമീപകാലത്തുണ്ടായ കടുത്ത വരൾച്ചയും അതിനെ തുടർന്നുണ്ടായ ആവാസ വ്യവസ്ഥയിലെ വ്യതിയാനങ്ങളും ഇതിനൊരു മികച്ച ഉദാഹരണവുമാണ്. സാധാരണയായി വരൾച്ച സംഭവിക്കുമ്പോൾ കൊതുകുകളുടെ എണ്ണം ക്രമാതീതമായി കുറയ്ക്കുന്നതിലൂടെ കൊതുകുജന്യ രോഗങ്ങൾ കുറയാൻ കാരണമാകും. എന്നാൽ പടിഞ്ഞാറൻ, മധ്യ പടിഞ്ഞാറൻ അമേരിക്കൻ സംസ്ഥാനങ്ങളുടെ സ്ഥിതി മറിച്ചാണ്. കൊതുകുകളുടെ എണ്ണത്തിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിട്ടും വെസ്റ്റ് നൈൽ വൈറസ് ബാധ വർദ്ധിക്കുന്നത് ആരോഗ്യ വിദഗ്ധരെ വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും രൂക്ഷമായ വരൾച്ചയിലൂടെയാണ് അമേരിക്കയിലെ പല പ്രദേശങ്ങളും ഇപ്പോൾ കടന്നുപോകുന്നത്. എന്നാൽ ഇത് കൊതുകുകളുടെ ജീവിതചക്രത്തെയും പ്രജനനത്തെയും ശക്തമായി ബാധിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ, മധ്യ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലെ പല ഭാഗങ്ങളിലും കൊതുകുകളുടെ എണ്ണത്തിൽ 50% മുതൽ 70% വരെ വൻ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മിനസോട്ട, കൊളറാഡോ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രദേശവാസികൾ ഈ വേനൽക്കാലത്ത് കൊതുകു ശല്യം വളരെ കുറവാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സാധാരണ വർഷങ്ങളെ അപേക്ഷിച്ച് ജനജീവിതത്തെ അലോസരപ്പെടുത്തുന്ന കൊതുകുകൾ ഇവിടെ വലിയ തോതിൽ കുറഞ്ഞിട്ടുമുണ്ട്. കൊതുകുകൾക്ക് മുട്ടയിടാനും അവയുടെ ലാർവകൾക്ക് വളരാനും കെട്ടിക്കിടക്കുന്ന വെള്ളം അത്യന്താപേക്ഷിതമാണ്. വരൾച്ച കടുത്തതോടെ ചെറുകുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കുഴികൾ, മറ്റ് ജലാശയങ്ങൾ എന്നിവ വറ്റി വരണ്ടു. പ്രജനന കേന്ദ്രങ്ങളുടെ അഭാവമാണ് കൊതുകുകളുടെ എണ്ണത്തിൽ ഇത്രയും വലിയ ഇടിവുണ്ടാകാൻ പ്രധാന കാരണമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോഴും നിലനിൽക്കുന്ന മറ്റൊരു സംശയം കൊതുകുകൾ കുറയുമ്പോഴും വൈറസ് രോഗങ്ങൾ കൂടുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ്. കൊതുകുകളുടെ എണ്ണം കുറയുമ്പോൾ രോഗഭീഷണിയും കുറയുമെന്നതാണ് സാധാരണ പറയുന്നത്. എന്നാൽ വെസ്റ്റ് നൈൽ വൈറസിന്റെ കാര്യത്തിൽ ഈ അനുമാനം തെറ്റുകയാണ്. ശാസ്ത്രജ്ഞർ ഇതിന് നൽകുന്ന വിശദീകരണം വ്യത്യസ്തമാണ്. അതിലൊന്ന് കൊതുകുകളുടെ ജലസ്രോതസ്സുകളിലേക്കുള്ള കേന്ദ്രീകരണമാണ്. അതായത് വരൾച്ച മൂലം പ്രകൃതിദത്ത ജലസ്രോതസ്സുകൾ വറ്റുമ്പോൾ അവശേഷിക്കുന്ന ചെറിയ ജലാശയങ്ങൾക്ക് ചുറ്റും ജീവജാലങ്ങൾ കൂട്ടമായി എത്തുവാൻ നിർബന്ധിതരാകുന്നു. അതോടൊപ്പം വെസ്റ്റ് നൈൽ വൈറസിന്റെ പ്രധാന വാഹകർ പക്ഷികളാണ്. വെള്ളം കുടിക്കാനും തണൽ തേടാനും പക്ഷികൾ ചെറിയ ചെറിയ ജലസ്രോതസ്സുകളിലേക്ക് എത്തുന്നു. പ്രജനനത്തിന് വെള്ളം ആവശ്യമായതിനാൽ കൊതുകുകളും ഈ പരിമിത ജലസ്രോതസ്സുകളിലേക്ക് തന്നെ ആകൃഷ്ടരാകുന്നു. ഇത്തരത്തിൽ പരിമിതമായ സ്ഥലത്ത് രോഗബാധിതരായ പക്ഷികളും കൊതുകുകളും കൂട്ടം കൂടുമ്പോൾ കൊതുകുകൾ രോഗബാധിതരായ പക്ഷികളെ കടിക്കാനുള്ള സാധ്യത വളരെ ഉയരുകയും ചെയ്യുന്നു. വർദ്ധിച്ച തോതിൽ വൈറസ് ബാധയേൽക്കുന്ന കൊതുകുകൾ സമീപ പ്രദേശങ്ങളിലുള്ള മനുഷ്യരെ കടിക്കുമ്പോൾ വെസ്റ്റ് നൈൽ വൈറസ് വളരെ വേഗത്തിൽ മനുഷ്യരിലേക്ക് പകരുന്നു. അതായത് കൊതുകുകളുടെ ആകെ എണ്ണം കുറവാണെങ്കിലും ജീവിച്ചിരിക്കുന്ന കൊതുകുകളിൽ വൈറസിന്റെ സാന്ദ്രത വളരെ കൂടുതലായിരിക്കും. മറ്റൊരു പ്രധാന പ്രശ്നം വരൾച്ച മാത്രമല്ല, ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും രോഗവ്യാപനത്തിന് കൂടുതൽ അനുകൂല സാഹചര്യം ഒരുക്കുന്നു എന്നതാണ്. അന്തരീക്ഷ താപനില വർധനവ് വൈറസുകൾക്ക് കൊതുകിനുള്ളിൽ വേഗത്തിൽ പെരുകാൻ സാധിക്കും. അതോടൊപ്പം വരൾച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ ജലാശയങ്ങൾ നിറയുന്നുമുണ്ട്. ചെറിയ തോതിൽ മഴ ലഭിച്ചാൽ പോലും വരണ്ട മണ്ണിൽ വെള്ളം കെട്ടിക്കിടക്കുകയും നിലവിൽ വൈറസ് ബാധയുള്ള കൊതുകുകൾ അതിവേഗം പ്രജനനം നടത്തി രോഗവ്യാപനം അതിതീവ്രമാക്കുകയും ചെയ്യും. അതിനാൽ കൊതുകുകൾ കുറവാണെന്ന കാര്യം സുരക്ഷിതമായിരിക്കുമെന്ന ധാരണ വേണ്ടെന്നും ഇതോടൊപ്പം ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വെസ്റ്റ് നൈൽ വൈറസ് ബാധ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും നിസ്സാരമല്ല. സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ പനി, തലവേദന, ശരീരവേദന, ചർമ്മത്തിലുണ്ടാകുന്ന തിണർപ്പുകൾ, തളർച്ച തുടങ്ങിയ പ്രാഥമിക ലക്ഷണങ്ങളാണ്. എന്നാൽ അപൂർവമായി ഈ വൈറസ് നാഡീവ്യൂഹത്തെ ബാധിക്കുകയും എൻസെഫലൈറ്റിസ് അഥവാ തലച്ചോറിലെ വീക്കം അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ മാരകമായ രോഗാവസ്ഥകളിലേക്ക് നയിക്കുകയും ചെയ്യാം. അതോടൊപ്പം പ്രായമായവരിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും ഈ രോഗം കൂടുതൽ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ കൊതുകുകളുടെ എണ്ണം കുറവുണ്ടെങ്കിലും വൈറസ് വ്യാപന സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. എപ്പോഴും പരിസര ശുചിത്വം പാലിക്കുക, വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ചുറ്റും വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക, കൂളറുകൾ, പൂച്ചട്ടികൾ, ബക്കറ്റുകൾ, പഴയ ടയറുകൾ എന്നിവയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം കൃത്യമായ ഇടവേളകളിൽ മാറ്റുക, വളർത്തുമൃഗങ്ങൾക്ക് വെള്ളം നൽകുന്ന പാത്രങ്ങൾ ദിവസവും വൃത്തിയാക്കുക. അതോടൊപ്പം പുറത്തിറങ്ങുമ്പോൾ ശരീരം മുഴുവൻ മൂടുന്ന നീളമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കൂടാതെ അംഗീകൃതമായിട്ടുള്ള കൊതുക് പ്രതിരോധ ക്രീമുകളും സ്പ്രേകളും ഉപയോഗിക്കുക. കൊതുകുകൾ കൂടുതൽ സജീവമാകുന്ന സന്ധ്യാസമയങ്ങളിലും പുലർച്ചെ പുറത്തിറങ്ങുമ്പോഴും പ്രത്യേക ജാഗ്രത പുലർത്തുകയും ചെയ്യുക. ജനലുകളിലും വാതിലുകളിലും കൊതുക് വലകൾ ഘടിപ്പിക്കുന്നതും നന്നായിരിക്കും. വീടിനുള്ളിൽ കൊതുക് കടക്കാത്ത രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കുക.
പ്രകൃതിയിലുണ്ടാകുന്ന നേരിയ വ്യതിയാനങ്ങൾ പോലും സൂക്ഷ്മജീവികളുടെയും രോഗകാരികളുടെയും വ്യാപനത്തെ ബാധിക്കുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് അമേരിക്കയിൽ നിലനിൽക്കുന്ന വെസ്റ്റ് നൈൽ വൈറസിന്റെ സാഹചര്യം. കൊതുകുകളുടെ എണ്ണം കുറഞ്ഞുവെന്നത് ആശ്വാസകരമായ വാർത്തയായി ഒറ്റനോട്ടത്തിൽ തോന്നാമെങ്കിലും അതുണ്ടാക്കുന്ന വ്യാജ സുരക്ഷിതത്വബോധം കൂടുതൽ അപകടകരമാണ്. വരൾച്ചയും ആഗോളതാപനവും രോഗകാരികളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ വ്യക്തിഗത ശുചിത്വവും മുൻകരുതലുകളും മാത്രമാണ് രോഗസംക്രമണം തടയാനുള്ള ഏക വഴി. അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക, ശാസ്ത്രീയ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക, വെസ്റ്റ് നൈൽ വൈറസ് ഭീഷണിയെ ചെറുക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്നിവയാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്.